ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. സെലിംഗ് ബിറ്റ്സ് മീ ആണ് സബ്ദിൻ സാർ. മക്കളെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ +1 കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാം ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. നാളെ സൂപ്പർ സിസ്റ്റി, മറ്റന്നാളെ എക്സാം ഇങ്ങനെ അടുത്തേക്കൊണ്ടല്ലേ. പക്ഷെ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ തന്നെയാണ് ഓരോ ചാപ്റ്റർ വൈസ് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു സെക്ഷൻ. അപ്പൊ നമുക്ക് ആ സെക്ഷൻസിലോട്ട് പോവാം. ഓക്കെടാ. ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്. എന്തുവാടാ? നമ്പർ സിസ്റ്റം. നമ്മുടെ മായൻ നമ്പർ സിസ്റ്റം, ഗ്രീക്ക് നമ്പർ സിസ്റ്റം, അതുള്ള നമ്പർ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക് എഞ്ചിൻ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കേടാ. നെക്സ്റ്റ് നോക്കടാ, ഡേറ്റ റെപ്രസെന്റേഷൻ ബൂളിയൻ ആൾജിബ്ര നോക്കാം. ബേസിക് നമ്പർ സിസ്റ്റം എക്സ്പ്ലനേഷൻസ്. എന്താണ് നമ്പർ സിസ്റ്റം, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ബേസ് ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടന്റ്. ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഒക്ടൽ, അതുപോലെ കൺവേർഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റിജർ നമ്പർ ഓഫ് റെപ്രസെന്റേഷൻസ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ്, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്യാരക്ടർ സ്റ്റാൻഡേർഡ്സുകൾ, ആസ്കി EBCDs ക്യാരക്ടർ സ്റ്റാൻഡേർഡ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നെക്സ്റ്റ് നോക്കടാ, ബൂളിയൻ ആൾജിബ്ര ടേംസ്. എന്തുവാടാ? ബൂളിയൻ എക്സ്പ്രഷൻ, ബൂളിയൻ വേരിയബിൾ, ട്രൂത്ത് ടേബിൾ, ലോജിക്കൽ ഗേറ്റ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു ടേംസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എന്തുവാടാ? ബേസിക് ഗേറ്റ്സുകൾ, ആൻഡ്, ഓർ, നോട്ട്, അതിന്റെയൊക്കെ ആണെങ്കിൽ എക്സ്പ്ലനേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എന്തുവാടാ? യൂണിവേഴ്സൽ ഗേറ്റ്സ്, നാൻഡ് നോർ യൂണിവേഴ്സൽ ഗേറ്റ്സും, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എഴുതാൻ ചോദിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് സർക്യൂട്ട് ഡിസൈനിങ്. ഒരു എക്സ്പ്രഷൻ തന്നിട്ടാണെങ്കിൽ പറയും അതിന് സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് ചോദിക്കും, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നെക്സ്റ്റ് ഡിമോർഗൻ തിയറം. എന്താണ് ഡിമോർഗൻ തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അഥവാ പ്രൂഫ് ചോദിക്കുവാണെങ്കിൽ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് പ്രൂഫ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കേടാ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് എന്താ? കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ ഫസ്റ്റ് വൺ നമുക്ക് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കെ, അതിനകത്താണെങ്കിൽ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റേ ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിക്കും ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് ചോദിക്കും. സെയിം ഫിഗർ, ഒരു മാറ്റമില്ല, ആ സെയിം ഫിഗർ പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് CPന്റെ 3 കമ്പോണൻസിൽ ALU CU രജിസ്റ്റേഴ്സ്, 3 കമ്പോണൻസിൽ എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. ഓക്കെ, MAR MBR ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് അല്ലേ. നെക്സ്റ്റ് ROM ഡിഫറൻസ്. ഓക്കേടാ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ 5 ഇൻപുട്ട് ഡിവൈസ്. നെക്സ്റ്റ് വേസ്റ്റ് എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പോണൻസുകൾ. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പോണൻസുകൾ 3 ഉണ്ട്. ആ 3 എക്സ്പ്ലനേഷൻ പഠിക്കുക. നെക്സ്റ്റ് 4 ഫ്രീഡംസ്. ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഓക്കേടാ. നെക്സ്റ്റ് നോക്കടാ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗിന്റെ പ്രോബ്ലംസ്. 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് എന്ന് പറയാം. ഫേസ് ഓഫ് പ്രോഗ്രാമിംഗിന്റെ ലിസ്റ്റ് അല്ലെ. ആ ലിസ്റ്റ് ആണെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പഠിക്കുക. കാരണം അത് ആ ഒരു ഓർഡറിലായിട്ട്, ആ ഒരു ഓർഡറിലാണെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓർഡറിൽ ലിസ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതായത് ഫസ്റ്റ് വൺ ഈസ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, സെക്കൻഡ് വൺ ഈസ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അതിനൊരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ പഠിക്കുക. നെക്സ്റ്റ് വൺ ഈസ് അൽഗോരിതം എന്താണ്, അതിന്റെ കുറെ അൽഗോരിതത്തിന്റെ കുറെ എക്സാമ്പിൾസ് ചെയ്യിച്ചിട്ടുണ്ട്, അതെല്ലാം പഠിക്കുക. നെക്സ്റ്റ് ഫ്ലോ ചാർട്ട് എന്താണ്, ഫ്ലോ ചാർട്ടിന്റെ കുറെ എക്സ്പ്ലനേഷൻസ്. അപ്പൊ അതേപോലെ ഫേസിംഗ് പ്രോഗ്രാമിൽ തന്നെ കോഡിന്റെ പ്രോഗ്രാമിംഗ് പ്രോഗ്രാം, അതേപോലെ കുറെ ടേംസ് ഉണ്ട്, ഡോക്യുമെന്റേഷൻസ് ഉണ്ട്, ആ ടേംസ് എല്ലാം പഠിക്കുക. ആ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കേടാ. നെക്സ്റ്റ് നോക്കാം, ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാം. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണ്. അതിനകത്ത് ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് പഠിക്കുക. ക്യാരക്ടർ സെറ്റ്. ഓക്കേടാ, ക്യാരക്ടർ സെറ്റ്. ഓക്കേടാ. നെക്സ്റ്റ് വൺ ഈസ് ടോക്കൺസും അതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. വേണമെങ്കിൽ 5 മാർക്ക് വേണമെങ്കിൽ ടോക്കൺസ് ചോദിക്കാം, വെയിറ്റേജ് വേണമെങ്കിൽ കൂടാം. ഓക്കേടാ, അങ്ങനെ വരാം. നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. എന്തൊക്കെയാടാ? ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വേരിയബിൾസ്. എന്താണ് വേരിയബിൾ, അതിന്റെ 3 പാർട്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ബേസ്ഡ് ഓഫ് നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സിന്റെ ബേസിക് ക്ലാസിഫൈ ചെയ്യാം, നേച്ചറിന്റെ ബേസിക് ക്ലാസിഫൈ ചെയ്യാം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്രഷൻ. എന്താണ് എക്സ്പ്രഷൻ എന്ന് പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഒരു ലോങ് എക്സ്പ്രഷൻ എന്നിട്ട് ട്രൂ ഓർ ഫോൾസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെയ്യിച്ചായിരുന്നു അല്ലേ. ദെൻ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ടേംസ് എല്ലാം ഈ പ്രീ പ്രോസസ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ ഹെഡർ ഫയല്, ഓക്കെ, നെയിം സ്പേസ്, അങ്ങനെയുള്ള ടേംസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് മോഡിഫയേഴ്സ്. എന്താണ് ടൈപ്പ് മോഡിഫയേഴ്സ്, അതിന്റെ എക്സാമ്പിൾസുകളൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ ടൈപ്പ് മോഡിഫയേഴ്സ് ഏതൊക്കെ എന്ന് പഠിക്കുക. നെക്സ്റ്റ് ടൈപ്പ് കൺവേർഷൻ, അത് 2 ടൈപ്സും പഠിച്ചിരിക്കുക, അതിന്റെ എക്സാമ്പിൾസ് ഒന്നും പഠിക്കുക. ഓക്കെ, പ്രോഗ്രാംസ് ഇമ്പോർട്ടന്റ് ആണ്, അത് പറയാം കേട്ടോ. നെക്സ്റ്റ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഞാൻ ഒരേ ഒരു കാര്യമാണ് പറയുന്നത്, സിൻടാക്സും അതിന്റെ എക്സാമ്പിളും. കാരണം നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിന്റെ രണ്ടിന്റെയും എല്ലാത്തിന്റെയും സിൻടാക്സുകൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. സിൻടാക്സ് പഠിക്കുക, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ ചാപ്റ്റർ ഇല്ല മക്കളെ. സിൻടാക്സും അതിന്റെ എക്സാമ്പിളും തറമായിട്ട് പഠിച്ചിരിക്കണം, അല്ലാതെ നിങ്ങൾ പരീക്ഷ ഹാളിൽ പോകല്. നെക്സ്റ്റ് കൂടെ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, ബ്രേക്കും കണ്ടിന്യൂ ഡിഫറൻസും പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ അത് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുക. നെക്സ്റ്റ് നോക്കടാ,
അറേസ്, ഇൻട്രൊഡക്ഷൻ ടു അറേ, അറേയുടെ ഇൻട്രൊഡക്ഷൻ, എന്താണ് അറേ, വാട്ട് ഈസ് അറേ, എന്താണ് അറേ, അതിന്റെ ഡിക്ലറേഷൻ, ഓക്കെ, അതിന്റെ ഇനിഷ്യലൈസേഷൻ, ആക്സസിങ്, ഓക്കെ, അതെല്ലാം ഇൻട്രൊഡക്ഷൻ ടു അറേ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് അറേ ഓപ്പറേഷൻസ്, ട്രാവേഴ്സൽ, സോർട്ടിങ്, സെർച്ചിങ്. അപ്പൊ 3 ഓപ്പറേഷൻസ് ഉണ്ട്. ആ 3 ഓപ്പറേഷൻസിന്റെയും അല്ലെങ്കിൽ ആ 2 അൽഗോരിതംസ് പഠിക്കുക. സോർട്ടിങ്ങിന്റെ സെർച്ചിങ്ങിന്റെ അൽഗോരിതംസ് 4 മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ബബിൾ സോർട്ടിന്റെ അൽഗോരിതം മസ്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. നെക്സ്റ്റ് 2 ഡയമെൻഷൻ അറേ എന്താണ്, അതിന്റെ ആക്സസിങ് പഠിക്കുക. അതെല്ലാം നമ്മൾ പഠിപ്പിച്ചതാണ് അല്ലെ. നെക്സ്റ്റ് നോക്കടാ, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, വളരെ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കേടാ, മെമ്മറി അലോക്കേഷൻ ഫോർ സ്ട്രിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്ട്രിംഗിന്റെ മെമ്മറി ലൊക്കേഷൻ അതിനെ വെച്ചിട്ടാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് സീനിങ് എക്സ്പ്രഷൻ ഡിഫറൻസ്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രീം ഫംഗ്ഷൻസ് ഒക്കെയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻസ് ചോദിക്കാം. ഓക്കേടാ, നെക്സ്റ്റ് നോക്കാം ഫംഗ്ഷൻ എന്താ. ഫംഗ്ഷനകത്തുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് പഠിക്കുക. മെറിറ്റ്സ് മാത്രമെങ്കിലും പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ആ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അതിനകത്താണെങ്കിൽ നമ്മുടെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, കൺവേർഷൻ ഫംഗ്ഷൻസ്, അങ്ങനെ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. അതെല്ലാം പഠിക്കും, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അതിലൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. നെക്സ്റ്റ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ഏതൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക. അതിന്റെ പ്രോട്ടോടൈപ്പ് പഠിക്കുക. പിന്നെ ഫംഗ്ഷൻ കോളിംഗ് മെത്തേഡ്സ്, ആർഗ്യുമെന്റ്സ്, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കടാ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് വളരെ കുറച്ച് വൈഡ് ചാപ്റ്റർ തന്നെയാണ്. അഡ്വാൻറ്റേജ് ഓഫ് നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡെഫിനിഷൻ കൂടെ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ഗൈഡ് മീഡിയ, അൺഗൈഡ് മീഡിയ, കമ്മ്യൂണിക്കേഷൻ മീഡിയ ക്ലാസിഫിക്കേഷൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടോപ്പോളജി, ബെസ്റ്റ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, അങ്ങനെ ടോപ്പോളജീസ് അതിന്റെ ഫിഗർ സഹിതം പഠിക്കുക. പഠിച്ചങ്ങ് വെച്ചേക്കുക. ഓക്കേടാ, ദെൻ പ്രോട്ടോകോൾസ്, TCP per IP പ്രോട്ടോകോൾ, FTP, അതുപോലെ പ്രോട്ടോകോൾസ് പഠിക്കുക. നെക്സ്റ്റ് പാർട്സ് ഓഫ് URL സെറ്റ്. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കടാ, ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിങ്. ആദ്യം പഠിക്കുന്ന ഇന്റർനെറ്റ് ഹിസ്റ്ററി ആണ്. ഓക്കേടാ, നെക്സ്റ്റ് കണക്ടിങ് കമ്പ്യൂട്ടർ ടു ദ ഇന്റർനെറ്റ്. ഓക്കെ, പിന്നെ ബ്രൗസർ, സെർച്ച് എഞ്ചിൻ, ഇമെയിൽ, സോഷ്യൽ മീഡിയ, അതിന്റെയൊക്കെ ടേംസ്, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഈ ഇമെയിലിന്റെയും സോഷ്യൽ മീഡിയന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് സൈബർ സെക്യൂരിറ്റി വേണം. പിന്നെ ജനറേഷൻസ് ഓഫ് മൊബൈൽ കമ്പ്യൂട്ടിങ്. മക്കളെ ഈ ഒരു സെക്ഷൻ കേട്ടോ, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഈ ഇത്രയും സെക്ഷൻസ് മസ്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് പോകണം. കാരണം കൂടുതലായിട്ട് കണ്ടുവന്ന ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ചാപ്റ്ററിൽ കൂടുതലായിട്ട് കണ്ടുവന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ നിന്ന് കേട്ടോ, ആദ്യത്തെ സെക്ഷനിൽ നിന്നാണ്. കാരണം സെക്കൻഡ് സെക്ഷനിൽ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പൊ ചില സെക്ഷൻസ് ചില പരീക്ഷയ്ക്ക് ചോദിക്കാം, വെയിറ്റേജ് കുറവാണ് എന്നാൽ തന്നെ കൂടുതൽ വെച്ചിട്ടുള്ള ഫസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് ആദ്യത്തെ സെക്ഷൻ മാക്സിമം കോൺസെൻട്രേറ്റ് പഠിക്കാം, എന്നാലും സെക്കൻഡ് സെക്ഷൻ പഠിക്കാം. ദെൻ പിന്നെ ജനറേഷൻ ഓഫ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മൊബൈൽ കമ്പ്യൂട്ടിംഗ് സർവീസസ്, SMS, GPS ഒക്കെ എക്സാമ്പിൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എന്താ, മൊബൈൽ OS വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്, ആൻഡ്രോയിഡ് OSന്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ പഠിച്ചിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ICT ഇൻ ബിസിനസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഏരിയാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. വേറെ ഒന്നും നിങ്ങൾ എത്രയും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ഒരു കീ പോയിന്റ്സ് മാത്രമാണ് നമുക്ക് ഇത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. നാളെ കൂടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ടൈം ഉള്ളു, വേറൊന്നും ഇല്ല. ഇനി പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാം. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. അതുകൊണ്ട് മാക്സിമം യൂസ് ചെയ്ത് പഠിക്കാം മക്കളെ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ബൈ, സീ യു, ഓൾ ദ ബെസ്റ്റ്.